നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത്. നമുക്കിപ്പോൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ രീതിയിലുള്ള ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ വീടുകളിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ. സാധാരണ രീതിയിലുള്ള ചില്ലി ചിക്കൻ നമുക്കിപ്പോൾ ഉണ്ടാക്കാം. അത് ആദ്യം നമുക്ക് അതിൻ്റെ 1 കിലോ ചിക്കനാണത്. അത് നമുക്ക് ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അത് വെച്ചാണ് പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. അത് നമുക്കൊരു വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂണ്, ഇഞ്ചി 1 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, മൈദ ഒരു 3/4 ടേബിൾ സ്പൂണ്, കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ അനുസരിച്ചൊക്കെ ചേർത്താൽ മതി. അതുപോലെ പെപ്പർ, ബ്ലാക്ക് പെപ്പർ, വൈറ്റ് പെപ്പർ ഏതെങ്കിലും ചേർക്കാം. ബ്ലാക്ക് പെപ്പർ ആകുമ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ടിരിക്കും, കളറും ഇച്ചിരി ഡാർക്കായിട്ടിരിക്കും. അതുപോലെ സോയാ സോസ് ഒരു 3-4 തുള്ളി ഒഴിക്കാം. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, ടീസ്പൂണ്. മുട്ട ഒരു മുട്ട. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തൊരു 10-15 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കണം. നമുക്ക് ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. സവാള 2 സവാളയാണ് അതിൻ്റെ എടുത്തേക്കുന്നത്. ഒരു ക്യാപ്സിക്കം, 1 കിലോ ചിക്കൻ, അതുപോലെ പച്ചമുളക് ഒരു 4-5 അല്ലി പച്ചമുളക്, ക്യാപ്സിക്കൊക്കെ ഇതുപോലെ ക്യൂബായിട്ട് ഡൈസ് കട്ട് ചെയ്യുന്നുണ്ട്. ഡൈസ് പോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ചില്ലി ചിക്കനകത്ത് ഇങ്ങനെയാണ് ചേർക്കുന്നത്. നമ്മുടെ ചൈനീസിലെ സോസിനകത്തൊക്കെ ചേർക്കുന്നത് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ ഇച്ചിരി വിനാഗിരിയും വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തിട്ട് അരയ്ക്കണം. അതാൾക്കിന്ന് വേകുമ്പോഴത്തേനും നല്ല കട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വീടുകളിലൊന്നും അരയ്ക്കുന്നത് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. ആക്കി എടുക്കണം. ഇച്ചിരി പ്ലേറ്റ് ഒക്കെ വെച്ചാൽ അതിൽ അടുപ്പിലിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റാണത്. ആദ്യം നമുക്ക് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കി മാറ്റി വെക്കാം. ചില്ലി പേസ്റ്റ് ഇത് നമ്മുടെ പിരിയമുളക് ഉണ്ടല്ലോ, പിരിയമുളക് അരച്ച് മിക്സിക്കകത്ത് അരച്ച് വെച്ചത് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് അങ്ങിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ട് വിനാഗിരി വെള്ളം ഒഴിച്ചാണ് അരച്ചത്. ചില്ലി പേസ്റ്റ്
വീഡിയോയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചില്ലി പേസ്റ്റ് ഒന്നും ആക്കുകയും ചെയ്യില്ല. ഞാൻ പിന്നെ ഇതിൻ്റെ ഒറിജിനൽ രീതിയിൽ ഇങ്ങനെ കാണിച്ചു തന്നെന്നുള്ളൂ. ചൈനീസിൻ്റെ ഈ രീതിയിലാക്കിയാലാണ് ചില്ലി ചിക്കൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളൂ. മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് വേറൊരു ടേസ്റ്റിലേക്ക് മാറിപ്പോകും. ചില്ലി പേസ്റ്റ് ആക്കി ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്ന കഴിക്കുന്നവർക്ക് വരാം. ഹോട്ടലിൽ അതേ ടേസ്റ്റിൽ തന്നെ അരിയത് വരുന്നത് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ. പിന്നെ ഇച്ചിരി സ്പൈസി ആയിരിക്കും. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ സോയാ സോസ് 2 സ്പൂണ്. ഇപ്പോൾ ചില്ലി പേസ്റ്റ് ഞാൻ ഇത്ര ഉണ്ടാക്കിയെന്നുള്ളൂ. ചില്ലി പേസ്റ്റിൻ്റെ ഇത്രയും ചില്ലി പേസ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 2 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചൈനീസിൻ്റെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാലും കേടാകുന്നില്ല, ഇരുന്നോളും. തണുത്ത് കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. ചെറിയ കുറച്ചായിട്ട് നമുക്ക് മിക്സിക്കകത്തൊക്കെ അരച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് കൂടുതലെടുത്ത് അങ്ങ് അരച്ച് വെച്ചത്. ചില്ലി പേസ്റ്റ് എന്ന് പറയും. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഒരു ഇതാണ് ഹോട്ട് ഗാർലിക് സോസ്. അതും ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. ചില്ലി സോസ് ഒരു 3 ടീസ്പൂണ്, കുറച്ച് ഉപ്പ്, നല്ലപോലെ ഒന്ന് പറ്റി അതിൻ്റെ എണ്ണ മേളിൽ തെളിഞ്ഞ് വരണം. നല്ലപോലെ തിളയ്ക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. തിളക്കുമ്പോൾ സൂക്ഷിക്കുന്നത് തിളച്ച് കയ്യിലോട്ടൊക്കെ തെറിക്കും. ഈ കുറച്ചേ തിളയ്ക്കാൻ മതി, അല്ലെങ്കിൽ അതുപോലെ സ്പീഡായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളയ്ക്കുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ചൊന്ന് ആ എണ്ണ അതിൻ്റെ മേളിൽ തെളിഞ്ഞ് വരും. ആ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ശരിക്കും പറ്റിച്ചെടുക്കണം. മുളക് ഓൾറെഡി വെന്താണ്, നമ്മൾ വേവിച്ചിട്ടാണ് അരച്ചത്. ഇനി അതിനകത്ത് ആ വെള്ളത്തിൻ്റെ അംശം നമ്മളിട്ട മസാലയുടെ ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് വീണ്ടും അത് പറ്റിച്ചെടുക്കുന്നത്. എന്താണ്ട് സൈഡിൽ കൂടെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചില്ലി ചിക്കൻ്റെ ഇതിലോട്ട് പോകാം. ഇനി ഓഫ് ചെയ്യാം. ഈ ഒരു പരുവം നല്ല കട്ടിയായിട്ട് ഇരിക്കണം. നമുക്കാദ്യം അതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. പാൻ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. അതിലേക്കൊരു 1.5 സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇഞ്ചി ഇടണം. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി, ക്യൂബായിട്ട് അരിഞ്ഞത്, പച്ചമുളകുണ്ട്, ഒരു വലിയ മുളക് പുഴുങ്ങി അരച്ച് വെച്ചത് ചേർക്കാം. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഇടാം. ഗോപിക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. സോയാ സോസ്,
ഇതിലേക്ക് ടൊമാറ്റോ സോസ്, ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ്. ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം. ചില്ലി ഗോബി, ചില്ലി ചിക്കൻ എല്ലാം ഈ ഗ്രേവി സെയിമാണ്. ഗ്രേവി വ്യത്യാസമൊന്നുമില്ല, ഗ്രേവി എല്ലാത്തിൻ്റെ സെയിം ഗ്രേവി തന്നെയാണ്. ചില്ലി മഷ്റൂം, ചില്ലി പനീർ എല്ലാത്തിൻ്റെയും ഗ്രേവി തന്നെയാണ്, ഒറ്റ ഗ്രേവി. ഉപ്പ് നോക്കാം, ഇപ്പോൾ കറക്റ്റാണ്. ചില്ലി ചിക്കൻ്റെ ചിക്കൻ ഓരോ പീസായിട്ട് നമ്മൾ എണ്ണയിലോട്ടിടാണ്. ചിക്കൻ ഇച്ചിരി വലിപ്പം കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മൾ കടയിൽ നിന്ന് കട്ട് ചെയ്ത് മേടിക്കുമ്പോൾ അത്ര ഒരു കറക്റ്റായിട്ട് കട്ടിങ് കിട്ടത്തില്ല. നമ്മൾ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു പീസാണ്. ചില്ലി ചിക്കൻ ആകുമ്പോൾ ഇച്ചിരിയും കൂടി ചെറിയ പീസാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേന് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയോ കഴിക്കാൻ മതി. ഗ്രേവി ഉണ്ട്. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രേവി ഉണ്ട്. നമുക്കത് ഇനി വിളമ്പാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം.